ഏതെന്താ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മ്യൂസിയത്തിൽ വന്നേക്കുന്നത് വെറും മ്യൂസിയം അല്ല, കാർ മ്യൂസിയമാണ്. അതായത് വിൻറ്റേജ് കാർസിൻ്റെ മ്യൂസിയമാണ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട് അകത്തേക്ക്. ഇതാണ് മ്യൂസിയത്തിൻ്റെ നമ്മൾ അകത്തോട്ട് പോകേണ്ട വഴിയും ഇതാണ് പുറത്തോട്ട് പോകേണ്ട വഴിയും. അപ്പം കാണുമ്പോൾ ഫസ്റ്റിലൊരു ചെറിയൊരു സംഭവമാണ്, നമുക്ക് അറിയത്തില്ല. ഇനി അകത്തോട്ട് കയറി നോക്കാം. അപ്പം നമ്മളിനെ ഫസ്റ്റിൽ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വിൻറ്റേജ് സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനത്തെ സംഭവങ്ങളാണ്, എങ്ങനത്തെ കാറുകളാണ്, ഏതൊക്കെ ടൈപ്പ് കാറുകളാണ് എല്ലാം നോക്കാം. അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നേ. കുറേ അധികം കാറുണ്ട്. റെനോൾട്ടിൻ്റെ, ഷെവർലെറ്റിൻ്റെയും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറ്റുന്ന അത് എടുത്ത് പറയാം. ഫോർഡിൻ്റെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡയമോണ്ടിൻ്റെ ഉണ്ട്, ബുട്ടോൺ, കുറേ. ഫസ്റ്റെല്ലാം റെനോൾട്ടിൻ്റെ ആണ് കൂടുതലും ഉള്ളത്, ഇങ്ങനത്തെ സ്പെക്ക് ഉള്ളത്. എന്തായാലും നോക്കാം. ഇത് സിട്രോണിൻ്റെ ഫസ്റ്റ് ടൈപ്പ് വെഹിക്കിളാണ്. എല്ലാം കാണാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും സൂപ്പർ. ഈ ഒരു സെക്ഷൻ ഫുള്ള് വിൻറ്റേജ് കാഴ്സിൻ്റെ ആണ്. ഈ ഒരു ഫുൾ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വിൻറ്റേജ് കാഴ്സ്. അപ്പം ഫുൾ ഇവിടെ നിന്ന് വേറെ സാധനം കണ്ട്. എന്താന്ന് പിടി കിട്ടുന്നില്ല. ലൈക്ക് വണ്ട് തന്നെയാണ്. ഫ്രഞ്ചിലായതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. 1949 മോഡൽ, 150 km/speed. കുറേ അധികം വണ്ടിയുണ്ട് ഇവിടെ, കുറേ അധികം വണ്ടി. ഇവിടെ ഫുള്ള് വിൻറ്റേജ് സെക്ഷനാണ്. ഇനി ഞങ്ങൾ മറ്റേ സ്പോർട്സ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ പോയി നോക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. നമുക്കിത് മേടിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ആ ഒരു ഇതിൽ വെച്ചൊക്കെയാണ്. അപ്പം ഇവിടോട്ട് വന്നിട്ടുണ്ട്. ഫുള്ള് സ്പോർട്സ് കാഴ്സ്, ഫുള്ള് 90s ആണ് ഫുള്ള് കിടക്കുന്നത്. 90s കാഴ്സൊക്കെയാണ്. കൊറേജ് എന്ന് പറഞ്ഞ സംഭവമാണ്. സിറ്റി പ്രൈഡ്, ആൽഫേൻ്റെ കുറേ മോഡൽസ് കിടപ്പുണ്ട് ഇവിടെ കിടപ്പുണ്ട്. ആൽഫൈനാണ് ഫുള്ള്. ഇത് രണ്ടും V6 6 സിലിണ്ടർ വരുന്ന എഞ്ചിനാണ്. ആൽഫൈൻ കാബ്രിയോലെറ്റ് 1965 മോഡൽ. GT4 1968. കുറേ വണ്ടിയുടെ കിടപ്പുണ്ട്. വേറെ സാധനം ഇപ്പം കാണിച്ചു തരാം നിങ്ങളെ. സാധനം വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം. ഇതൊരു റേസ് ബൈക്ക് കാഴ്സാണ്. നമുക്ക് നോക്കാം ഇത് സംഭവം എന്താണെന്നുള്ളത്. ട്രാക്സ്റ്റർ ടോപ്പ് ആൽക്കഹോൾ 8 സിലിണ്ടർ 400 km 6 സെക്കൻഡിൽ പോകുന്നൊരു വണ്ടിയാണ്. എൻ്റെ പൊന്നെ സീൻ സാധനം തന്നെ. ഇതിൻ്റെ എൻജിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എൻജിൻ റൂം ഇവിടെയാണ്, ബാക്ക് സൈഡിലാണ് ഫുള്ള് വെച്ചേക്കുന്നത്. സൈലൻസർ ഞാൻ കാണുന്നില്ല. സൈലൻസർ ആ സൈഡിലാണ് സൈലൻസർ ഉള്ളത്. ആ സൈഡിലാണ്. എന്തായാലും അപ്പുറത്തൊരു ബൈക്കും ഇരിപ്പുണ്ട്. അതുകൂട്ട് തന്നെ സൂപ്പർ ബൈക്ക് തന്നെ. അതും ഇതുകൂട്ട് തന്നെ 4 സിലിണ്ടറാണ്. 4 സിലിണ്ടർ 1988 മോഡൽ. സിട്രോണിൻ്റെ വേറൊരു വെഹിക്കിൾ കിടപ്പുണ്ട്, 2013 മോഡൽ.
ഓ, ആൽഫേൻ്റെ കുറേ വണ്ടി കിടപ്പുണ്ട്. റേസ് സ്പെക്ക് കുറേ വണ്ടി കിടപ്പുണ്ട് ഇവിടെ. കുറേ എല്ലാം 90 79 90 40 തൊട്ട് മുകളിലോട്ടുള്ള എല്ലാം കിടക്കുന്നത് വെഹിക്കിൾസ് എല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നോക്കാം, എല്ലാം സിട്രോൺ. ഇത് ഫുൾ സിട്രോണിൻ്റെ ആണ് ഇത്. പിന്നെ ഉണ്ട് ഓടിയുടെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നത് കാണാം. ഏത് മോഡലാണെന്ന് വെച്ചാൽ ഓടി കൊട്രോൺ 5 സിലിണ്ടർ ടർബോ. ഒരു വേറെ സാധനം കാണിച്ചു തരാം. Porsche 911 6 സിലിണ്ടറാണ്. വാവ്, സാധനം. ഇവിടെ കയറി വന്നപ്പം ജാഗ്വറിൻ്റെ ഒരു സാധനം കണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയാണ്ട് കാണിക്കാൻ പറ്റില്ല. 6 സിലിണ്ടർ ജാഗ്വർ. പിന്നെ പ്യൂജറ്റിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതും ഇതുകൊണ്ട് തന്നെ 8 സിലിണ്ടർ വണ്ടിയാണ്. 8 സിലിണ്ടർ സീൻസ് ആണ്. അസ്റ്റൺ മാർട്ടിൻ കിടക്കുന്നത്. അസ്റ്റൺ മാർട്ടിൻ 8 സിലിണ്ടർ മാൻ, സീൻസ് ആണ്. വെൽ സ്പെക് സാധനം. ഫസ്റ്റ് ഞാൻ ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് സൂപ്പറാണെന്ന് ഞാൻ വിചാരിച്ച്. 95 ആണ്, 95 മോഡലാണ്. ഫസ്റ്റ് കണ്ടപ്പോൾ സൂപ്പറാണെന്ന് വിചാരിച്ചു. ബട്ട് ഫ്രണ്ട് വന്നപ്പോഴാണ് അസ്റ്റൺ മാർട്ടിൻ തന്നെ. ഏതാ കമ്പനിയൊന്നും എനിക്ക് അറിയത്തുമില്ല. പൻഹാർട്ട് DB പൻഹാർട്ട്. കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും കുറേ വണ്ടി കിടപ്പുണ്ട്. പൻഹാർട്ടിൻ്റെ തന്നെ പൻഹാർട്ട് മോണറ്റ്. നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഞാനിവിടെ വന്നപ്പം 90s റേസിംഗ് വീഡിയോസ് എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ Porsche 911 കിടക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ലായിരുന്നു വണ്ടി. ഇത് കൊച്ചൊരു കാറാണ്, ചെറിയൊരു കാറ്. സീൻസ് ആണ് തന്നെ. എന്തായാലും കൊള്ളാം. ആൽഫേൻ്റെ ഒരു ഡമ്മി മോഡലാണ്. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. സീൻ സാധനങ്ങൾ. വണ്ടിപ്രാന്തന്മാരെ ഒരിക്കലെങ്കിലും കാണാൻ കൊതിക്കുന്ന വണ്ടികളാണ് സത്യം പറഞ്ഞാൽ കിടക്കുന്നത് എല്ലാം. വാവ്, എൻ്റെ ഇവിടെ ഒരു ഡമ്മി മോഡൽ കിടപ്പുണ്ട്. കുറേ അധികം ഉണ്ട് ഡമ്മി മോഡൽ. പക്ഷെ ഫസ്റ്റ് കണ്ടത് സീൻ സാധനം തന്നെ. ഇതെല്ലാം റെനോൾട്ടിൻ്റെ കാറാണ്. എല്ലാം റെനോൾട്ടിൻ്റെ എല്ലാം. ഒരു സ്പെഷ്യൽ സാധനം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എന്താണതല്ലേ, ഇത് തന്നെ അസ്റ്റിൻ കൂപ്പർ. വാവ്, കുറേ വണ്ടി കിടപ്പുണ്ട്. എന്തായാലും
ഫുള്ള് വിൻറ്റേജ് കാഴ്സാണ് ഉള്ളത്. എനിക്കൊന്ന് Z4 കിടക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അതെ, C4 അല്ല, C3 ഫോർസ്റ്റർ 1988 മോഡൽ. വാവ് മാൻ, വാവ്. കുറേ വാവ്, സൂപ്പർ തന്നെ. വോക്സ്വാഗണിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട് ഇവിടെ, Touareg 2 ഡബിൾ ടർബോ, ഡബിൾ ടർബോ. ലഡ കിടക്കുന്നു. ഇത് ബഗ്ഗി മോണോപ്ലേസ്, എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി കാണുന്നത് തന്നെ. ഇപ്പോഴത്തെ ഒരു വണ്ടി കിടപ്പുണ്ട്, റെനോൾട്ടിൻ്റെ 1.8 ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് പീഷറ്റിൻ്റെ കൂപ്പെ V6 എഞ്ചിനാണ് വരുന്നത്. ഇത് ഏതാണ്ട് വേറൊരു സാധനം അതുകൂട്ട് തന്നെ, ഹൊമ്മൽ ബാക്ക്വേറ്റ്. ഇതും 4 സിലിണ്ടർ വണ്ടി തന്നെ. ഇവിടെയും കിടപ്പുണ്ട് വേറെ ഹൊമ്മൽ. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു നോർമൽ കാർ തന്നെ, ബട്ട് വിൻറ്റേജ് സെക്ഷനിൽ വരുന്നത് തന്നെ. ഇവിടെ ഹൊമ്മലിൻ്റെ കുറേ ഉണ്ട്. ബെർനെറ്റ് RS GT ടൈപ്പ് 4 സിലിണ്ടർ 1990s ആണ്. ഇത് ഹൊമ്മലിൻ്റെ പീജോൻ്റെ വേറൊരു വണ്ടിയാണ്, BMW 2002 Ti. ലൈക്ക് അതിൻ്റെ പേര് 2000, BMW 2002 Ti 1972 വണ്ടിയാണ്. വാവ്, വേണ്ട BMW 2000 കിടക്കുന്നത് 1967. ഫോർഡ് കാപ്രി, കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ. കാപ്രി 2600 RS സീരീസ് 2 ഇവിടെയും കിടപ്പുണ്ട്. RS സീരീസ് 2 കിടപ്പുണ്ട് ഫോർഡിൻ്റെ തന്നെ. ഇവിടെ സീരീസ് 1 എൻ്റെ കിടപ്പുണ്ട്, സീരീസ് 1 ഫോർഡ് മസ്താങ് കൊട്ടിന. വാവ്, ടാൽബോട്ട് ലോട്ടസ്, എനിക്കറിയാം ഇത് ടാൽബോട്ട്. ഇത് കമ്പനിയാണ് ടാൽബോട്ട്, ഇത് ടാൽബോട്ടിൻ്റെ വെഹിക്കിളാണ്. ബുഷറ്റിൻ്റെ 104 സീരീസ്. സിംക റാലി 3 കണ്ടാൽ എനിക്ക് നല്ല പൈസയൊക്കെയാണ് വരുന്നത്. ഇവിടെ കിടപ്പുണ്ട് സിംഹ റാലി 2 കിടപ്പുണ്ട്. 2 ഇപ്പം കണ്ട 3 ആയിരുന്നു, 2 കിടപ്പുണ്ട്. ഇതുകൊണ്ട് തന്നെ 1 കിടപ്പുണ്ട്, സിംഹ റാലി 1. ഇത്തരം നമ്മൾ എന്തെങ്കിലും കണ്ടായിരുന്നു. ഇവിടെ 2008 മോഡൽ ഒരു മേഘൻ കിടപ്പുണ്ട്, റെനോൾട്ട് മേഘൻ RS F1 ടീം R26. സൂപ്പർ. ഈ സൈഡിൽ നമ്മൾ കണ്ടില്ലായിരുന്നു, ഒരു എൻജിൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആണെന്നൊരു പിടുത്തമില്ല. സോറി, ഇപ്പം കാണാമല്ലോ. ലോട്ടസിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്, ലോട്ടസ് അലാൻ 4 സിലിണ്ടർ 1993. സീൻ സാധനം, ഭയങ്കര വീട്ടി. ഒരു സ്ക്രാച്ച് പോലും ഇല്ല വണ്ടിയിൽ. ഇവിടുത്തെ വണ്ടിയിൽ ഫുള്ള് വെൽ ക്ലീൻഡായിട്ട്, ഒരു പൊടി പോലും ഇല്ല. വോക്സ്വാഗണിൻ്റെ ഹെംപില്ലോ ടൈപ്പ് 18 1949 മോഡലാണ്, 1949 മോഡലാണ്. കർമാൻ ഗിയ 1961 മോഡൽ. ഇതും ഓക്സ്വാഗണിൻ്റെ. ഇതെല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ അറിയാവുന്ന മോഡലാണ് ഓക്സ്വാഗണിൻ്റെ 11CL എന്ന് പറഞ്ഞ ഓക്സ്വാഗണിൻ്റെ. ഇത് 1955 മോഡലാണ്, 55 മോഡൽ. ഇപ്പുറത്ത് പീഷുവിൻ്റെ 304 കിടപ്പുണ്ട്, പഴയ 304.
പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1972 മോഡലാണ്. 1972 മോഡൽ 4 സിലിണ്ടർ. ഇപ്പുറത്ത് കിടപ്പുണ്ട് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. ഫോർഡിൻ്റെ എസ്കോട്ട് RS. ഓ, ഇത് കൊള്ളാം എന്തായാലും. കാസ്റ്റിംഗ് സൂപ്പറായിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്തെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുണ്ടോ. ഇത് ഞാൻ പോകുന്നതിന് മുന്നേ താഴോട്ട് ഞാൻ ഇറങ്ങിയിട്ട് അതുവഴി വന്നിട്ട് അത് കാണിച്ചു തരാം. എന്തായാലും ഞാൻ താഴോട്ട് എന്തായാലും ഇറങ്ങട്ടെ. എൻ്റെ അവിടെ ഒരു കൂട്ടുകാരൻ വന്നായിരുന്നു, അവനെ കാണുന്നില്ല. നമ്മളെന്തായാലും ഇപ്പോൾ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ കുറേ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ജാഗ്വർ, നിക്കോസ്, ലാമ്പ്. ഇത് മറ്റേ ലാമ്പ് ലൈറ്റ്, പണ്ടത്തെ മറ്റേ മെഴുകുതിരി വെച്ചിട്ട് കത്തിക്കുന്ന ടൈപ്പ് സാധനം. ഇല്ലാണ്ട് കുറേ ഉണ്ട്. കുറേ പണ്ടത്തെ ഹോണ് ലൈറ്റ്. ഇപ്പം ഞാൻ വേറൊരു സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. Alfa Romeo GT 1972. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എന്തായാലും കയറി വന്നപ്പോഴേ ലംബോർഗിനിയുടെ ഒരു മ്യൂറ S 1970 മോഡൽ. പിന്നെ ഇവിടെ അതിൻ്റെ ഡെമ്മി പീസ് കിടപ്പുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ലംബോർഗിനി ഡൈബ്ല സൂപ്പർ. ലംബോർഗിനി കോണ്ടാക്ട് 1982 മോഡലാണ് ഇത് വരുന്നത്. 1982 ഈ മോഡൽ വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ലംബോർഗിനി ജാൽപ്പ ഇത് 1986, 82 ആൻഡ് 1991. എന്തിവർ ഓർഡർ ഇടാത്തതാണ്. ഓർഡർ ഇട്ട പറഞ്ഞു വരെ എളുപ്പമായിരുന്നു. ലംബോർഗിനി എസ്പാഡ 1975 12 സിലിണ്ടറാണ്. 12 സിലിണ്ടർ 4000 cc. ഇതും 12 സിലിണ്ടറാണ്. ലംബോർഗിനി ജറാമ. സത്യമായിട്ടും പേര് പോലും വായിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ട്. ഏണ്ടെണ്ണം കിടക്കുന്നത്. ലംബോർഗിനി ഉറാക്കോ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ. ലംബോർഗിനി ഇസ്ലേറോ ഇത് കൊള്ളാം. ഇത് ഭയങ്കര രസമായിട്ട് ക്യൂട്ടായിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് വലിയ ഇതായിട്ട് നിൽക്കുന്നു. ലംബോർഗിനി മ്യൂറ. ഇപ്പം നമ്മൾ കണ്ടൊരു മ്യൂറയുടെ വേറെ സ്പെക്ക് GT കിടക്കുന്നു. ലംബോർഗിനി 350 GT. ഇപ്പുറത്തെ ഒരു സാധനം കിടപ്പുണ്ട്. അതിൻ്റെ ഒരു വീഡിയോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിലത്തെ എൻ്റെ എൻജിൻ സൈഡാണ്. അവരുടെ ടീമിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പേരും. വേറെ എൻജിൻ ഇരിപ്പുണ്ട്. എൻ്റെ പൊന്നെ, ലംബോർഗിനിയുടെ എൻജിനാണ്. അന്നത്തെ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സും എല്ലാം ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ഇതെന്ത് സൈക്കിളെന്ന് വിളിക്കണോ അത് മോട്ടോർ സൈക്കിൾ എന്താണെന്ന് അറിയത്തില്ല. ഇത് എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. ഇതെന്താ? ഇതിനെ നമുക്ക് മോട്ടോർ സൈക്കിൾ എന്ന് തന്നെ വിളിക്കാൻ പറ്റും. ഓക്കേ, കുറേ സംഭവങ്ങൾ. OSൻ്റെ വരെ
എല്ലാം ഉണ്ട്. ഓരോ പാർട്സായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാം എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഫ്യൂവൽ ഫിൽട്ടർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല ഇതായിട്ട്. ഇതെന്തുവാണെന്ന്, ഇതെന്ത് ഡിസ്ട്രിബ്യൂട്ടർ ടെസ്റ്റോ? ഓ, റെനോൾട്ടിൻ്റെ ടൈപ്പ് ഫോക്കോ 1920 മോഡൽ. സൂപ്പറാണ്. നോക്കി എനിക്ക് തോന്നുന്നു ഇത് ലീബ്രസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീബ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് റെനോൾട്ടിൻ്റെ ടൈപ്പ് ഫോക്കോ. പിന്നെ ഒരു വണ്ടി ഏറെ കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഫുള്ള് തുരുമ്പാണ്. ഏതാ വണ്ടി? എംബ്ലം പോലും ഇല്ല. എനിക്കൊന്ന് എംബ്ലമുണ്ട്. ഓ, റെനോൾട്ടിൻ്റെ വണ്ടിയാണ്. പഴയ വണ്ടി ഇത് കേട്ടോ. കുറേ സംഭവങ്ങൾ. ഇതൊന്നും പറഞ്ഞു തരാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഇത് പറയുന്നില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണെന്ന്. എന്തായാലും ഒരു സംഭവം തന്നെ. നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് എന്തായാലും പോയി നോക്കാം. എനിക്കിഷ്ടപ്പെട്ടു. കുറേ കാര്യം ബാഡ്ജറ്റ്സ്, ട്രോഫി വയ്ക്കുന്നുണ്ട്. എന്തിൻ്റെ ആണെന്ന്, ഓരോ റേസ് ബൈക്കിൻ്റെ ആണ്. ഇവിടെ ഓരോ എംബ്ലവും ബാഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിറയെ ഇവിടെ വന്നപ്പോഴത്തേന് ഫുള്ള് ടോയ്സ് പെക്കായി. ടോയ്സ് പെക്ക് ഫുള്ള് കൊച്ചു കാറ്, എല്ലാം കൊച്ചു കാറ് കാണാൻ പറ്റും നിങ്ങൾക്ക്. താഴെയുണ്ട്. ഇവിടെയും കുറേ സാധനമുണ്ട്. ഇത് യമണ്ട സാധനം തന്നെ. കൊള്ള സാധനം. എന്തൊരു സ്റ്റോറി പറയാൻ ഉദ്ദേശിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് സംഭവമൊക്കെ. ട്രക്ക് ഓക്കെ സൂപ്പർ. എന്താണ് ഫെറാറിയുടെ റെനോൾട്ടിൻ്റെ ഡെമോ ആണ്. റെനോൾട്ടിൻ്റെ F1. ഇത് ഫെറാറി. കുറേ ഇവിടെ ഉണ്ട്. ഒരു റൂം തന്നെ, ഇതിന് വേണ്ടിയിട്ട് ഒരു റൂം തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു മാമൻ ഇരിപ്പുണ്ട്. ജീവനില്ലാത്ത മാമന. ഓക്കെ, ഡമ്മിയാണ്. പുള്ളി ഏതാണ്ട് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, പണി നടക്കട്ടെ. ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയി നോക്കാം. കുറേ അധികം. ഓക്കെ, ഇതൊക്കെ പണ്ട് സിനിമയിൽ കണ്ടിട്ടുള്ള ടൈപ്പ് സാധനം. പഴയ മൂവിയിൽ ഫുള്ള് ടോയ്സാണ്. ഈ റൂം ഫുള്ള് ടോയ്സാണ്. ടോയ്സ് ഏണ്ടെണ്ണം കിടക്കുന്നു. എന്ത് സാധനം. ഇവിടെ ഉണ്ട്. ഫുള്ള് ടോയ്സ്. ഫുള്ള് റൂം. ഈ റൂം നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ടോയ്സിൻ്റെ സ്പെക്കാണ്. ഫുള്ളിരിക്കുന്നത്. ഇത് മറ്റേ മെറ്റലാണ്, അല്ല പ്ലാസ്റ്റിക് ടോയ്സ് ഒന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. ഫുള്ള് വിൻറ്റേജ് കളക്ഷൻസും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫീല് തോന്നുന്നെങ്കിൽ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ഫുൾ മെറ്റൽ. ഓക്കെ, ഓരോ
നമുക്ക് എന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കാർബറേറ്റർ റിമോട്ടോ ടച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്, വെറുതെ ഇത് ടച്ച് ചെയ്ത് സീനാക്കുന്നുണ്ട്. അതായത് ഞാനത് കഴിഞ്ഞിട്ട് വേറെ സെക്ഷനിലോട്ട് പോവാണേ. വാവ്, ഇവിടെ വന്നപ്പോൾ ഫസ്റ്റിൽ ഞാൻ കണ്ട റെനോൾട്ടിൻ്റെ ഒരു വാനാണ്. ഞാൻ പിന്നെ കണ്ടോ വോക്സ്വാഗൺ കോമ്പി. വാവ്, ഇത് ഭയങ്കര നീറ്റായിട്ട് ഉണ്ട്. ഡെസോട്ടോ S30 എന്ന് പറയുന്നൊരു വെഹിക്കിളാണിത്. 6 സിലിണ്ടറാണ്, 1949. ഇതുകൊണ്ട് തന്നെ കഡിലാക്ക് ഫ്ലീറ്റ് വുഡ് 62. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രൗഡ് ലുക്ക്. ഇത് 8 സിലിണ്ടറാണ്, 1959 മോഡലാണ്. ഇതും കാഡിലാക്കിൻ്റെ ഒരു വണ്ടിയാണ്. ഇത് 8 സിലിണ്ടർ, 1956 മോഡൽ. ഫ്രഞ്ച് ഫ്ലാഗൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ രാജാക്കന്മാരും എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാവാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ കാഡിലാക്ക് V16. ഇത് 1939 മോഡലാണ്. 39. പക്കാർഡ് എന്ന് പറയുന്ന പാട്രിക് 400 ഉണ്ട്. ഇത് 1953 മോഡൽ. ഓ, ഇത് കൊള്ളാം. ഭയങ്കര എന്താണ് പറയുന്നത്, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത കാണുന്നത് റോൾസ് റോയ്സ് ഫാൻറ്റം 3 ആണ്. അത് 1938 12 സിലിണ്ടർ വണ്ടിയാണ്. 12 സിലിണ്ടർ. ഓ, അത് കഴിഞ്ഞ് റോൾസ് റോയ്സ് ഫാൻറ്റം 2, അത് 1930 മോഡൽ. അതുകൊണ്ട് തന്നെ റെനോൾട്ടിൻ്റെ വണ്ടികളുണ്ട്. ഈ സാധനം, ഓ, റോൾസ് റോയ്സ് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി കൂടെ പ്രീമിയം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ എംബ്ലം കണ്ടിട്ട്. ഓ, കുറേ ഉണ്ട്. കുറേ ഇതുണ്ട്. ഹോക്ക എന്ന് പറഞ്ഞ 1936 മോഡലാണ്. ഇത് ഓഡിയുടെ ഒരു ലോഗോ ഇവിടെ കാണാം. എനിക്കറിയില്ല ഈ സംഭവം ഓഡിയുടെ ആണോ എന്താണെന്നുള്ള ഒരു പിടുത്തമില്ല. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമുണ്ട്. എൻജിൻ ബേ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത്. അതുപോലെ കുറേ സംഭവങ്ങൾ ഇത് കണ്ടു. ഇവിടെ കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ്സ് ഒക്കെ പിടിച്ചിരിക്കുന്നത് കാണാം. അത് വെച്ചിട്ട് എന്തൊക്കെയോ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ ഒരു മാൻ്റെ ട്രക്കുണ്ട് അകത്തേക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. പഴയ റിക്കവറി ട്രക്കാണ്. നമുക്കെന്തായാലും ഈ സൈഡിലോട്ട് പോയി നോക്കാം. എന്തായാലും ട്രാക്ടർ 1932 ട്രാക്ടറാണ്. 1932 ബുൾഡോഗ് ലാൻസ്. നമുക്ക് ആ ഒരു ഫീല് തരാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി ബോഡി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും മെയിനായിട്ട് ഇങ്ങനെ വരുന്ന എല്ലാത്തിലും ഡമ്മി ബോഡി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ എന്തായാലും കിട്ടും ഇത്. ഇവിടെ വന്നപ്പോഴത്തേന് ടാറ 603 1968 മോഡൽ. ടാറ 613 ഇത് 1991 ആണ്. അത് വേറെ സാധനം ഇവിടെ കിടപ്പുണ്ട്. ഹട്ട്ലർ 1937 മോഡൽ 6 സിലിണ്ടറാണ്. റോൾസ് റോയ്സിൻ്റെ സിൽവർ സഫർ കിടപ്പുണ്ട് ഇവിടെ. 1983 മോഡൽ. ഭയങ്കര രസമുണ്ട് കാണാൻ. ബെന്റ്ലിയുടെ S3 കിടപ്പുണ്ട് 1964. ജാഗ്വർ മാർക്ക് 8 അത് 1955 ആണ് മാർക്ക് 8 വരുന്നത്. രസമുണ്ട് കാണാൻ. ടാൽബോട്ട് ഫുൾക്കോ
കുറേ വിൻറ്റേജ് ടൈപ്പ് ഉണ്ട്. ഇത് തന്നെ കോമൺ ആയിട്ട് സെയിം ഒരു സംഭവം തന്നെ, പക്ഷേ എല്ലാം ഡിഫറെൻറ്റ് കമ്പനി. സെയിം മോഡൽ തന്നെ ഡിഫറെൻറ്റ് കമ്പനി. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫയർ എൻജിൻ ഇവിടെ കണ്ടു. പണ്ടത്തെ ഫയർ എൻജിൻ കണ്ടു. അതിലും ഡമ്മി വെച്ചിട്ടുണ്ട് അവർ. അതിലിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് ഡമ്മിയൊക്കെ. പണ്ടത്തെ ഫയർ എൻജിനാണ്. അതിൻ്റെ ചെറിയ ഒരു സ്പെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക്. വേറെ പിന്നെ എൻജിനും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ടത്തെ മാഷ മീൻസ് നമ്മുടെ ഫുഡ് ട്രക്ക് പോലെ. ഫുഡ് ട്രക്ക് ഉണ്ടല്ലോ, അതുകൂട്ട് തന്നെ സിട്രോണിൻ്റെ വണ്ടിയാണ്. സിട്രോൺ പണ്ടത്തെ എൻജിന പണ്ടത്തെ ഒരു സംഭവമാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇതുകൂട്ടൻ്റെ സംഭവം, അതായത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റിക്കവർ ചെയ്യുവാൻ, അത് ടൗ ട്രക്ക് വരുന്നതിന് മുന്നേ നമുക്ക് വരുന്നൊരു, എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൊരു എന്താണ് പറയുന്നത്, ലൈറ്റ് വെച്ചിട്ടുള്ളൊരു വണ്ടി വന്നേക്കുന്നത്. അതുകൂട്ടൊരു വണ്ടിയാണിത്. ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് അതായത് ഡെലിവറി ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതും. ഇത് വാട്ടർ ടാങ്കാണ്. പണ്ടത്തെ വാട്ടർ ഇത് കൊണ്ടുവന്നത് ടാങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വാട്ടർ അതോറിറ്റിയുടെ ഇതെന്താണെന്ന് പിടിയിട്ടില്ല. ഇത് ലിവറസോ ഇത് തന്നെ ആയിരിക്കും. ഇവിടെ വേറൊരു സാധനം കിടപ്പുണ്ട്. തടിയിലുണ്ടാക്കിയ ഇപ്പം ഞാൻ അടുത്ത സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും കുറേ സംഭവമുണ്ട്. ഈ സംഭവം കൊള്ളാം. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ കുറേ ചെറിയ കാറെല്ലാം കിടപ്പുണ്ട്. എനിക്കത് ഫിയറ്റ് ആണോ എന്ന് ഡൗട്ട്. അത് തന്നെ ഫിയറ്റാണ്. ഇപ്പോൾ ഫിയറ്റ് 500ൻ്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ. അപ്പാർട്ട് 595. ഇതെന്താണ് സംഭവം? വില വെസ്പ. ഇത് ഫുള്ള് ഫിയറ്റിൻ്റെ ആണ്. ഇവിടെ കിടക്കുന്ന എല്ലാം ഫിയറ്റിൻ്റെ ആണ്. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ഫിയറ്റിൻ്റെ വണ്ടി കാണാൻ പറ്റുന്നു. ഇവിടെ ഫെറാറിയുടെ 250 GT ഇവിടെ കിടക്കുന്നത് കാണാം. GT തന്നെ ഫെറാറി 308 GTB ഇവിടെ കിടക്കും. 308 GTB. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ. ഇത് 1977 മോഡലാണ്. ഇത് 1982 മോഡൽ. ഇതെല്ലാം ഫെറാറിയാണ്. ഈ സൈഡ് ഫുള്ള്. നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ പോയി നോക്കാം. പൻഹാട്ട്. ഇത് ഏതാ കമ്പനി? ഹമ്മർ പോലെ ഇരിക്കും. നമുക്കിവിടെ പോയി നോക്കാം. പിന്നെ എല്ലാവരും ഒരിക്കലെങ്കിലും കാണാനും തൊടാനും ആഗ്രഹിക്കുന്നൊരു കാഴ്ചയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഏത് വണ്ടിയാണെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും സൗണ്ട് കേട്ടപ്പോൾ തന്നെ പിടിയിട്ട് കാണും ഏതാണെന്നുള്ളത്. നോക്കാം. ഫസ്റ്റിലെ കയറി വന്നപ്പോൾ കണ്ടതാണ്. F1 റേസിങ്ങിലെ കാറാണ് ഫുള്ള് കിടക്കുന്നത്. ഫുള്ള് F1 വില്യംസ് റൊണാൾഡോ.
Wow. If and like ആദ്യമായിട്ടാ എൻ്റെ വണ്ടിയിലും ടയേഴ്സിലൊക്കെ തൊടാൻ പറ്റുന്നത്. ഓ ഇതോടെ ലോട്ടസിൻ്റെ വണ്ടി കിടപ്പുണ്ട്. ഹോണ്ട ലോട്ടസ് ഹോണ്ട V6 ടർബോ. ആ ഓടിച്ച് പരിചയം എല്ലാം പേരും കിടപ്പുണ്ട് ഇവിടെ. പൈലറ്റ് എൻകോ നഗാജിമ. ഇത് ഓടിച്ചിരുന്ന ആരാണ്, റേസേഴ്സിൻ്റെ നെയിം ഇവിടെ പിലോട്ട് എന്നാണ് പറയുന്നത്. എല്ലാവരുടെ നെയിമും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് AGSൻ്റെ F1 ടർബോ. വീണ്ടും ഒരു F1 ലൈക്കർ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെ വീഡിയോയും കാണിക്കുന്നുണ്ട്. ഈ റേസിങ് ഈ എല്ലാം കാറിൻ്റെ റേസിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ഡാമേജ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ, പക്ഷേ ഞാൻ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഞാൻ കണ്ടിട്ടില്ല. ടയേഴ്സ് മാത്രമാണ് എനിക്ക് ഡാമേജ്ഡ് ആയിട്ട് തോന്നിയത്. ഇവിടെ എല്ലാവരും വീഡിയോയും കാണാൻ പറ്റുന്നു. AGSൻ്റെ F2 മോഡലാണ് ഈ കിടക്കുന്നത്. ഫിലിപ്പ് ഷഫി എന്ന് പറഞ്ഞൊരു റേസറാണ് ഇത് ഓടിച്ചിരിക്കുന്നത്. സോറി, ഡ്രൈവറൊന്നും പറഞ്ഞാൽ പോരാ, സോറി. ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടെ വന്നിട്ട് കാണിക്കാം. AGSൻ്റെ F30. ഇത് UK ആണ്. ഓരോ ഫ്ലാഗ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫ്ലാഗ്സ് ഉണ്ട്. വാവിക് റേസറിൻ്റെ പേരാണ്. രണ്ട് റേസേഴ്സ് ആണുള്ളത്. ഇത് ഫ്രഞ്ചാണ്, ഫ്രാൻസാണ്. മൾബോറോൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആവും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. പിജോറിൻ്റെ F1 എൻജിൻ. അവർ യൂസ് ചെയ്തിരുന്ന ഹെൽമെറ്റും അവരുടെ ഫോട്ടോയും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫീലാണ് സത്യം പറഞ്ഞാൽ. ഈ മ്യൂസിക്കും അതിൻ്റെ സൗണ്ടും കേട്ട് ഇത് കാണുമ്പോഴത്തേന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഫീൽ. എല്ലാവരും റെന്നിലുള്ളവർ പ്രത്യേകിച്ച് വന്ന് കാണുന്നതന്നെ പറയത്തുള്ളൂ. കാരണം ഇത് റെന്നിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് കാണുക. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ സംഭവമൊക്കെ നോക്കാം. എന്തായാലും താഴെ വെച്ചിട്ട് സംഭവമെല്ലാം കഴിഞ്ഞ് എന്തായാലും ഇവിടെ ഒരു സാധനം ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇത് കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതെല്ലാം പോർഷയുടെ ഇവിടെ ഒരു 356C കിടപ്പുണ്ട്. സീൻ സാധനം ഇവിടെ മൊത്തത്തിൽ നോക്കിയാലും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ. മെർസിഡസ് 500E ആണ്. 500E ഭയങ്കര റെയർ സാധനമാണ്. 500E മെർസിഡസ് ആണ്. കണ്ട 124ൻ്റെ ഒരു ലുക്കുണ്ട്. ബട്ട് 1992 ഇപ്പുറത്തെ SL കിടപ്പുണ്ട് 350 തന്നെ. പിന്നെ ഇതെല്ലാം പോകുന്ന പഴയ മോഡലോട്ടാണ്. ഇതെല്ലാം ബെൻസിൻ്റെ ആണ്.
പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ലാൻസിയേൻ്റെ സെക്ഷനാണ് ഈ ഫുൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ലാൻസിയേൻ്റെ സ്പോട്ട്. ഇവിടെ ഒരു F1 അല്ല ഇവിടെ കിടക്കുന്നത്. വൗ 2002 ആണ്. ഈ അലോയ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബീബസിൻ്റെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അലോയാണ്. 2002 മോഡൽ. 2002 പുറത്തും കിടപ്പുണ്ട്. മസറാട്ടി ഫുൾ മസറാട്ടിയാണ് കാണുന്നതെല്ലാം. ഒരു ട്വിസ്റ്റ് ഇപ്പം കാണാം. ഡമ്മി അതിൻ്റെ മുകളിൽ കയറിയിപ്പുണ്ട്, അതും കാണാൻ വരുന്നുണ്ട്. മസറാട്ടി 600 ആണ്. ബോഴ മസറാട്ടി മെക്സിക്കോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഇവിടെ, അതായത് നമ്മുടെ സ്പെയർ പാർട്സ് കടയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ബാക്കിലിപ്പം കാണുന്ന എല്ലാം അതിൻ്റെ പണ്ടത്തെ കടകളാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കാനേ പറ്റത്തുള്ളൂ. എനിക്കൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. കൊഡാക്ക് ഇതെന്തോന്ന് പിടിയിട്ടിട്ട എല്ലാം ഉണ്ട്. ഹാറ്റ്, ക്ലോത്ത്, എല്ലാം കാര്യങ്ങളും ഉണ്ട് ഇവിടെ സംഭവം എല്ലാം. പിന്നെ എന്താ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബക്കറ്റ്സ് കട്ട് ചെയ്യുന്ന, കേക്ക്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്ന മെഷീൻ, പണ്ടത്തെ ഡമ്മി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ എല്ലാം കോമൺ. നമുക്ക് ഇന്ന് എന്തായാലും താഴോട്ട് പോയി നോക്കാം. താഴോട്ട് പോയിട്ട് നമുക്ക് അവിടെ നോക്കാം എന്താ കാര്യങ്ങളെന്നൊക്കെ പോയി നോക്കാം. നൻപാ അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലിമിൽ കൊടുത്തേക്കുന്ന കുറേ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൽ കുറേ ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് Peugeot 407 ആണ്. ഇത് ടാക്സി എന്ന് പറയുന്ന ഫ്രഞ്ച് മൂവിയാണ്. ഫ്രഞ്ച് മൂവിയിൽ ഉള്ള കാറാണിത്. തന്നെ ഇവിടെയും കുറേ എല്ലാം ഫ്രഞ്ച് ടൈപ്പ് സംഭവങ്ങൾ. അത് നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഇനി എന്താണെന്നുള്ളത്. സംഭവമെല്ലാം കഴിഞ്ഞു. എന്തായാലും റെന്റിനുള്ളവരെന്തായാലും വന്ന് കാണണം. റെന്റിനുള്ളവരല്ല, ഫ്രാൻസിലുള്ളവർ തന്നെ എല്ലാവരും വന്ന് കാണണം. പ്രത്യേകിച്ച് വണ്ടിപ്രാന്തന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസോ എല്ലാവരും എന്തായാലും വന്ന് കാണണമെന്ന് തന്നെ പറയത്തുള്ളൂ. അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഒരു ദിവസം വേണം നമുക്കിത് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും നോക്കുക, എന്തായാലും വന്ന് കാണുക, ഇത്ര പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസിൽ അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് കാണാം. ഓക്കെ, ബൈ.